സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ്കോട്ട ഫാബ്രിക്കിലും വിചിത്ര സിൽക്ക് ഫാബ്രിക്കിലും നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന സ്യൂട്ട്സ് ആണ് ഇന്ന് നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് പാറ്റേൺ വന്നേക്കുന്നത് ഇതാണ്. നെറ്റ്കോട്ട ഫാബ്രിക് ആണ് ഇത് വന്നേക്കുന്നത്. ഇതിൽ എംബ്രോയിഡറി വർക്ക് യോക്ക് പോർഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ക്ലോസർ ലുക്ക് നോക്കാം കേട്ടോ. യോക്ക് പോർഷനിൽ നല്ലൊരു റെക്ടാംഗുലർ പാച്ച് വന്നിട്ട് അതിൽ നല്ല ഭംഗിയുള്ള സ്പൈറൽ എംബ്രോയിഡറി വർക്ക് ആണ് ഇത് ചെയ്തേക്കുന്നത്. 3 സൈഡിലും ഒരു ക്രോഷ്യ ലേസ് ബോർഡറിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെന്റർ പോർഷനിൽ കുറച്ച് പോട്ട്ലി ബട്ടൺസും ആഡ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം പെയർ ചെയ്തിരിക്കുന്നത് സാറ്റിൻ സിൽക്കിന്റെ ബോട്ടവും ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സെയിം നെറ്റ്കോട്ട ഫാബ്രിക് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതിൽ യോക്ക് പോർഷനിൽ കണ്ട സെയിം എംബ്രോയിഡറി വർക്കാണ് ഇതിലും വന്നേക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 11 to 12 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ ഒരു വർക്ക് വന്നേക്കുന്നത്. എന്നിട്ട് അതൊരു ക്രോഷ്യ ലേസ് കൊടുത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോർഡേഴ്സിലും ചെറിയൊരു ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 4 സൈഡിലും അത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പ്രൈസ് തന്നെയാണ് കേട്ടോ. 1199 ബഡ്ജറ്റ് റേഞ്ചിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത പാറ്റേൺ നമുക്ക് കാണാം. 4 ഡിസൈനാണ് നമുക്ക് ഈ പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് ഡിസൈൻ വരുന്ന ഇതാണ്. നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ക്രോഷ്യ ലേസ് ബോർഡറിങ് കൊടുത്തിട്ട് പാച്ച് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. അതിൽ സ്പൈറൽ എംബ്രോയിഡറി വർക്ക് ആണ് വന്നേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിൽ പോട്ട്ലി ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ അങ്ങനെ വരുന്നില്ല. കംപ്ലീറ്റ് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് വന്നേക്കുന്നത്. പെയർ ചെയ്തിരിക്കുന്നത് സാറ്റിൻ സിൽക്കിന്റെ ബോട്ടും ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ളി പ്ലെയിൻ ആയിട്ട് നെറ്റ്കോട്ട ഫാബ്രിക് വന്നിട്ട് ഇതിന്റെ ഡിസൈൻ വരുമ്പോഴത്തേക്ക് എൻ പോർഷനിൽ ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. അത് സെയിം ഹാൻഡ് ക്രോഷ്യ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ഈ സെറ്റിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1199 1199. തേർഡ് ഡിസൈൻ വരുന്നത് ഇതാണ്. ഒരു റെക്ടാംഗുലർ ബോക്സ് പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ട പോലെ വന്നിട്ടുണ്ട്. അതിൽ ഡിസൈനിൻ്റെ ഡിഫറൻസ് വരുന്നത് ഇങ്ങനെ ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ക്ലോസ് ലുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് ഹാൻഡ് ക്രോഷ്യ വർക്ക് വെച്ചിട്ടാണ് ഇതും ഡിവിഷൻ ചെയ്തേക്കുന്നത് കേട്ടോ. പെയർ ചെയ്തിരിക്കുന്നത് സാറ്റിൻ സിൽക്കിന്റെ ബോട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. 2 സൈഡിലും ഈ എംബ്രോയിഡറി ക്രോഷ്യ ലേസും എംബ്രോയിഡറി ഡീറ്റെയിലിംഗും ആണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത്. ഈ സെറ്റിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1199 1199 റേഞ്ച് ആണ്. ടോപ്പ് ലെങ്ത് വരുന്നത് 2.4 മീറ്റേഴ്സ് ആണ്. ഈ പാറ്റേണിൽ ലാസ്റ്റ് ഡിസൈൻ, അതായത് 4th ഡിസൈൻ വരുന്നത് ഇതാണ്. ഇതിന്റെ ക്ലോസർ ലുക്ക് നോക്കിയോ. നല്ലൊരു ഹാൻഡ് ക്രോഷ്യ വർക്ക് ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. പിന്നെ സെന്റർ പോർഷനിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സ്പൈറൽ ഡിസൈൻ വരുന്നുണ്ട്. അതിൽ ഒരു ഹാൻഡ് ക്രോഷ്യ വർക്ക് വെച്ച് ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ് വന്നേക്കുന്നത്. പെയർ ചെയ്തിരിക്കുന്നത് സാറ്റിൻ സിൽക്കിന്റെ ബോട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിലും പ്ലെയിൻ ആയിട്ട് നെറ്റ്കോട്ട ഫാബ്രിക് വന്നിട്ട് എൻ പോർഷനിൽ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. നല്ല വിട്ടിൽ ഈ ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈൻസുമാണ് എല്ലാം വന്നേക്കുന്നത്. 2 സൈഡിലും ഹാൻഡ് ക്രോഷ്യ ലേസും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 1199 1199. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇതിന്റെ ക്ലോസർ ലുക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. നമ്മൾ വിചിത്ര സിൽക്ക് ഫാബ്രിക് അറിയാമല്ലോ, നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫാബ്രിക്കാണ്. യോക്ക് പോർഷനിലെ വർക്ക് വരുമ്പോഴത്തേക്ക് നല്ല മൾട്ടി കളേർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. അത് ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾ ഓവർ ടോപ്പ് മെറ്റീരിയലിൽ കുഞ്ഞു ഫ്ലോറൽ എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്. അതും മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. പെയർ ചെയ്തിരിക്കുന്നത് സിൽക്ക് ബേസ്ഡ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. വിചിത്ര സിൽക്കിൽ തന്നെ ത്രൂ ഔട്ട് എംബ്രോയിഡറി മോട്ടീവ്സ് ആണ് വന്നേക്കുന്നത്. ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇത് ഓൾ ഓവർ വന്നേക്കുന്നത്. പിന്നെ 1 സൈഡിൽ നല്ല തിക്കായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്കാലപ്പ് ബോർഡറിങ്ങും ചെയ്തിട്ടുണ്ട്. അതർ സൈഡിൽ സ്കാലപ്പ് മാത്രമാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 1180 1180 ആണ്. ലാസ്റ്റ് വൺ വന്നേക്കുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പാറ്റേണിൽ ഫ്ലോറൽസിന് ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറൽ ഡിസൈൻ വരുമ്പോൾ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഷെയ്ഡ്സ് വരുമ്പോൾ പിങ്കും ഗ്രീനും ഒരു ഓഫ് വൈറ്റും എല്ലാം കൂടെ ഉള്ള കോമ്പിനേഷൻ. അതിൽ ചെറിയ വാട്ടർ ഗോൾഡ് സീക്വൻസ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് സെൻറ്റർ പോർഷനിൽ പോട്ട്ലി ബട്ടൺസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ത്രൂ ഔട്ട് ടോപ്പ് മെറ്റീരിയലിൽ സ്കാറ്റേർഡ് ആയിട്ട് ഈ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട്. പെയർ ചെയ്തിരിക്കുന്നത് സിൽക്ക് ബേസ്ഡ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. 1 സൈഡിൽ നല്ല തിക്കായിട്ട് സെയിം എംബ്രോയിഡറി ഡിസൈൻ ആണ് വന്നേക്കുന്നത്. പിന്നെ ത്രൂ ഔട്ട് ചെറിയ മോട്ടീവ്സ് കൊടുത്തിട്ടുണ്ട്. അതർ സൈഡിൽ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് മാത്രമാണ് വന്നേക്കുന്നത്. അത് സെയിം ഷെയ്ഡിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ഒരു
ഓവറോൾ ലുക്ക് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 1180 ആണ്. ടോപ്പ് ലെങ്ത് വരുമ്പോൾ 2.5 മീറ്റേഴ്സും കിട്ടുന്നുണ്ട്. നമ്മുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുക. നമ്പർ 7907546300 9745537 487.